ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നേക്കുന്ന കുർത്തിയുടെ കളക്ഷനാണ്. ഇത് നമ്മുടെ യൂണിറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കുർത്തീസാണ്. ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്ന കുർത്തീസാണ്. ഇത് ക്ലോസ് വ്യൂ ഇതാ ഇങ്ങനെ വരും. ഇതെല്ലാം ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ വേറൊരു ഡിസൈൻ ഇത് വരും. ഇതും ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. ഈ ഫാബ്രിക്കിൻ്റെ കുറച്ച് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം അതിൻ്റെ കളേഴ്സാണ്. ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്, ഈ ഒരു വയലറ്റിൻ്റെ ഷെയ്ഡ്, പിന്നെ ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ്, ഗ്രീന്, ഒരു ബ്രിക്ക് ഷെയ്ഡ്, വേറൊരു ബ്ലൂ ഷെയ്ഡ്, ഇത് ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡ് വരും. ബ്രൗൺ അല്ല, മോവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും. പിന്നെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്. ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് ഇപ്പം ഇത് ക്ലോസ് നെക്ക് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പം വൈറ്റ് നെക്കിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്ന കുർത്തിയാണ്. ഇങ്ങനെയാണ് നെക്കിൻ്റെ അവിടുത്തെ വർക്ക് വന്നേക്കുന്നത്. ഇതൊരു യു നെക്ക്, ഒരു ബോട്ട് നെക്ക് പോലത്തെ നെക്ക് കൊടുത്ത് വെച്ച് ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ലൂപ്പും ബട്ടണും കൊടുത്ത് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ട് അതിൻ്റെ താഴെയാണ് പ്ലീറ്റ്സ് വന്നേക്കുന്നത്. ഓർഗൻസ ഫാബ്രിക് ആണ്. ഇങ്ങനെ വരും ഇതിൻ്റെ ബാക്ക് സൈഡ് എ ലൈൻ ആയിട്ട് വരും. ഞാനിത് ജസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്ന കുറച്ച് പാറ്റേൺസ് റെഫറൻസ് ആയിട്ട് കാണിക്കുന്ന ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്നതാണ്. യോക്കിൻ്റെ അവിടെയായിട്ട് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. ഈ മെറ്റീരിയൽ ഫുള്ളായിട്ട് ഇങ്ങനെ സെൽഫായിട്ട് എംബ്രോയ്ഡറി വരുന്ന മെറ്റീരിയലാണ്. ബാക്ക് സൈഡ് എ ലൈൻ പാറ്റേണിലും ഫ്രണ്ട് പ്ലീറ്റിലുമാണ് വന്നിരിക്കുന്നത്. ഞാനിത് കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് കാണിച്ചല്ലോ. നമുക്ക് ഇതുപോലത്തെയൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് കൂടാതെ നിങ്ങൾ കാണിക്കുന്ന വർക്കും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് അടുത്തത് വരുന്നത്. ഇതിപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ സെയിം ഷെയ്ഡ് തന്നെ വേറൊരു പാറ്റേൺ വർക്ക് ചെയ്തേക്കുക ക്രേപ്പ് ജോർജറ്റിൽ. അടുത്തത് ഈ ഒരു ഓർഗൻസയാണ്. ഓർഗൻസയിൽ ഒരു ആലിയ കട്ട് പാറ്റേൺ കൊടുത്തിട്ട് നെക്കിലെ വർക്ക് ഇങ്ങനെ വരും. സ്ലീവിൽ ഇതുപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് നമ്മളിങ്ങനെ താഴെ കൊടുത്തേക്കുന്നത്. ഈ ഒരു പാറ്റേൺ വരും. ഇത് ഓർഗൻസ ഫാബ്രിക് ആണ്. ഇത് വരുന്നത് ഒരു ജോർജറ്റ് തന്നെ, ഒരു ബനാറസി വീവ് വരുന്ന ജോർജറ്റ് ആണ്. അതിൻ്റെ നെക്കിൻ്റെ അവിടെയായിട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക്. ഇതിങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു പാനൽ പോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും ആ ഒരു സെയിം ഇത്. സ്ലീവിൻ്റെ അവിടെ വർക്ക് വരുന്നുണ്ട്. ഇത് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ചിനോൺ മെറ്റീരിയൽ ആണ്. അതിൻ്റെ നെക്കിൻ്റെ അവിടുത്തെ വർക്ക് ഇങ്ങനെ വരും. ഇത് ആ പ്രിൻ്റ് ഒന്ന് നമ്മൾ ബീഡ്സ് ഒക്കെ കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ് ഇതിൻ്റെ പാറ്റേൺ. ഇതൊരു ചെറിയൊരു ആലിയ കട്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് എ ലൈനിൽ വരും. സ്ലീവ് ഇങ്ങനെ ഒരു ബലൂൺ സ്ലീവ് പാറ്റേൺ ആണ്. ഇത് ജോർജറ്റ് ഫാബ്രിക് ആണ്. നെക്കിൻ്റെ അവിടെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. സ്ലീവ് ഇതുപോലെ ബലൂൺ സ്ലീവിൽ, ബാക്ക് സൈഡ് ഇതുപോലെ. ഇതാണ് ക്രേപ്പ് ജോർജറ്റിൽ വരുന്ന അടുത്ത ഒരു കുർത്തി. നെക്കിലെ വർക്ക് ഇതെല്ലാം ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റ് കൊടുത്താണ്. അപ്പം നമുക്ക് ഇച്ചിരി വയറൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്ലീറ്റ് വരുമ്പോഴത്തേക്കും അത് അത്രയും അറിയില്ല. സ്ലീവിൻ്റെ അവിടെയാണേലും ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് എ ലൈനായിട്ട്. പിന്നെ വരുന്നത് ഇതൊരു സാറ്റിൻ ലിനൻ എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ്. അതിൽ ഇങ്ങനൊരു വർക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് സിബ് കൊടുത്തിട്ടുള്ളതാണ്. സ്ലീവിൻ്റെ അവിടെ ഇതുപോലെ വരും. പിന്നെ വരുന്നത് ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ്. അതിൻ്റെ നെക്കിലെ വർക്ക് ഇങ്ങനെ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിലും ബാക്ക് സൈഡ് എ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തത് ചന്തേരി ഫാബ്രിക് ആണ്. ഇങ്ങനെ വരും വർക്ക്. ഫ്രണ്ടിൽ പ്ലീറ്റ് കൊടുത്തിട്ടുള്ള, ബാക്ക് എ ലൈനായിട്ട്. ഇതെല്ലാം നമ്മൾ കളക്ഷൻസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അത് കൂടാതെ വാട്സപ്പ് ത്രൂവും നമ്മൾ ഓർഡർ എടുക്കുന്നതാണ്. സ്റ്റിച്ചിങ് ആവശ്യമുള്ളവർ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ. താങ്ക് യു.